MC കട്ടപ്പനയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി MC സ്മൃതി സാംസ്കാരികോത്സവം കട്ടപ്പനയിൽ നടന്നു. പ്രശസ്ത നാടക പ്രവർത്തകൻ ആർട്ടിസ്റ്റ് സുജാതൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത നാടക സിനിമാ അഭിനേതാവും സംസ്ഥാന നാടക അവാർഡ് ജേതാവുമായിരുന്ന MC കട്ടപ്പനയുടെ ഒന്നാം ചരമവാർഷികം പ്രമാണിച്ചാണ് കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ MC അനുസ്മരണവും നാടകാവതരണവും സംഘടിപ്പിച്ചത്. കട്ടപ്പന CSI ഗാർഡനിലായിരുന്നു പരിപാടി. പ്രശസ്ത നാടക പ്രവർത്തകൻ ആർട്ടിസ്റ്റ് സുജാതൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു നീണ്ട കാലത്തെ ആത്മബന്ധം എന്ന് പറഞ്ഞാൽ മറ്റ് പല നാടക കലാകാരന്മാരും ആയിട്ട് സ്ഥാപിക്കാൻ പറ്റാത്ത ഒരു നാടകബന്ധം. കാരണം അങ്ങനെ ഒരു സർക്കിളിലാണ് ഞങ്ങൾ കോട്ടയത്ത് MC കുമരൻ രാജപ്പൻ, CK ശശി എന്നൊക്കെ പറയുന്ന അക്കാലത്തെ ഒരു നാടക പ്രതിഭകളുടെ ഒരു കൂട്ടം ചേരുക. എല്ലാ വർക്ക്ഷോപ്പിൽ ഇവര് കോട്ടയത്തുള്ളപ്പോൾ എല്ലാവരും വരിക. MC-യുടെ ഹ്യൂമറുകൾ, വെറുതെ ഇങ്ങനെ കൂട്ടം കൂടുന്ന ആശാസിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഹ്യൂമറുകൾ, അതൊക്കെ അസാധ്യ. നമുക്ക് ഈ നഷ്ടപ്പെട്ട ചില പ്രതിഭകളെ കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ അതൊരു തീരാത്ത നഷ്ടമാണ് എന്ന് നമ്മൾ പറയുന്നതിൽ ഏറ്റവും അന്വർത്ഥമായ ആളാണ് MC കട്ടപ്പന എന്ന് പറയുന്ന മഹാനടൻ. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് MC-യുടെ സംഭാവനകൾ രേഖപ്പെടുത്തിയ തിരശ്ശീല വീഴാത്ത ഓർമ്മകൾ എന്ന പുസ്തകം നാടക സംവിധായകൻ മനോജ് നാരായണൻ പ്രകാശനം ചെയ്തു. ജോസഫ് ചിലമ്പൻ പുസ്തകം ഏറ്റുവാങ്ങി. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. വിവിധ കലാ, സാംസ്കാരിക, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കട്ടപ്പന ദർശനയുടെ സെനീബ് എന്ന നാടകം അവതരിപ്പിച്ചു. അവർക്ക് പണം കിട്ടിയാൽ അഭയാർത്ഥികളായി ഓടുന്നവരിൽ നിന്ന് പെൺകുട്ടികളെ തട്ടിയെടുത്ത് ഉപയോഗത്തിന് ശേഷം കച്ചവടം ചെയ്യുന്നതാണ് ഇപ്പൊ അവരുടെ തൊഴിൽ. അതിർത്തി വരെ ഓടാൻ ആരോഗ്യമുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും അഭയാർത്ഥിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വീടെടുത്ത് തന്നെ കുറിച്ചിടും. അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട ഈ കുട്ടിയെ കൂടി കടലിലെടുക്കണം. എനിക്കതിനാവില്ല. കൈകൾ രക്ഷിക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ചവൻ പറഞ്ഞതാണ്. ഞാൻ ചെയ്യും. നിങ്ങൾക്ക് പോവാം. ജോയി വെട്ടിക്കുഴി, മനോജ് തോമസ്, അഡ്വക്കേറ്റ് KJ ബെന്നി, VR ശശി, സിജു ചക്കുമൂട്ടിൽ, രതീഷ് വരകുമല, സുഗതൻ കരുവാറ്റ, മജീഷ് ജേക്കബ്, EJ ജോസഫ്, മോബിൻ മോഹൻ, അഡ്വക്കേറ്റ് VS ദീപു, S സൂര്യലാൽ തുടങ്ങിയവർ സംസാരിച്ചു.